ഫോക്കസ് ഓൺ ജീസസ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കയിൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം? ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം ഈ വാക്യത്തിന്റെ പശ്ചാത്തലങ്ങൾ പുറമോട്ട് ഈ പുസ്തകത്തിലേക്ക് വായിച്ചു നോക്കിയാൽ അഹശ്വേരോശ് രാജാവ് വിരുന്ന് കഴിക്കുക പതിവായിരുന്നു. അങ്ങനെ വിരുന്ന് കഴിക്കുമ്പോൾ തൻ്റെ രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരികയെ പതിവായിരുന്നു. എന്നാൽ അങ്ങനെ വസ്തി രാജ്ഞിയായിരിക്കുമ്പോൾ വസ്തിയെ രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരെ തൻ്റെ രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കുവാൻ വേണ്ടി ഷണ്ഡന്മാരാൽ അറിവ് കൊടുത്ത് വസ്തി രാജ്ഞിയെ ക്ഷണിക്കുമ്പോൾ ആ വസ്തി രാജ്ഞി ഈ രാജകൽപ്പന നിരസിക്കുകയും ആ നിരസിച്ചതിന് ഫലമായി മറ്റു പ്രമുഖന്മാരോടുകൂടി ആലോചിച്ചതിന് ശേഷം അനേക സംസ്ഥാനങ്ങളിലുള്ള കന്യകമാരെ തിരഞ്ഞെടുക്കുവാൻ, അതായത് സൗന്ദര്യമുള്ള നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി. അങ്ങനെ യഹൂദന്മാരിൽ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് എസ്തേർ എന്ന വ്യക്തി. എസ്തേറിന് അമ്മയപ്പന്മാരില്ലായിരുന്നു. എസ്തേർ മൊർദെഖായി എന്നൊരു വ്യക്തിയുടെ ചിറ്റപ്പൻ്റെ മകളായിരുന്നു. മൊർദെഖായിയാണ് തൻ്റെ വളർത്തു മകളായിട്ട് ഈ എസ്തേറിനെ വളർത്തുവാൻ ഇടയായത്. അങ്ങനെ രാജസന്നിധിയിലേക്ക് ഓരോ കന്യകമാരെയും അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് രാജാവിൻ്റെ രാജസന്നിധിയിൽ ചെല്ലുവാനുള്ള മുറ വരുമ്പോൾ അവരെ അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ എസ്തേർ രാജ്ഞിക്കും രാജസന്നിധിയിൽ ചെല്ലുവാനുള്ള മുറ വന്നു. രാജസന്നിധിയിൽ ചെല്ലുവാനുള്ള മുറ വന്നപ്പോൾ രാജാവിന് പ്രത്യേക ദയയും കരുണയും ഒക്കെയും എസ്തേറിനോട് തോന്നുവാനിടയായി. അങ്ങനെ എസ്തേറിനോട് തോന്നുവാനിടയായിട്ട് എസ്തേറിനെ രാജാവിന് വളരെ ബോധിക്കുകയും രാജാവിന് മാത്രമല്ല എല്ലാവർക്കും അവളോട് കൃപയോ തോന്നുവാനിടയായി. കാരണം എസ്തേറിനെ കാണുന്നവർക്കൊക്കെയും അവളോട് കൃപ തോന്നുവാനിടയായി. അങ്ങനെ എസ്തേർ വസ്തിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയാക്കി മാറ്റുവാനിടയായി. അങ്ങനെ എസ്തേർ രാജ്ഞിയായിരിക്കുമ്പോൾ തന്നെയാണ് മൊർദെഖായി അവിടെ രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ പടിവാതിൽക്കൽ ഇരിക്കുമ്പോഴാണ് രണ്ട് ഷണ്ഡന്മാരായ ആൾക്കാർ ഈ രാജാവിനെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഗൂഢാലോചന കഴിക്കുകയും അത് മൊർദെഖായി അറിയുകയും മൊർദെഖായി അത് എസ്തേർ രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു. എസ്തേർ രാജ്ഞി മൊർദെഖായി നിമിത്തം ആ കൽപ്പന ഇവരുടെ ഗൂഢാലോചന രാജാവിനെ അറിയിക്കുവാനിടയായി. ആ ഗൂഢാലോചന ചെയ്തവരെ രാജാവ് അവരെ അതായത് അവരെ നശിപ്പിച്ചതിന് ശേഷം അത് തൻ്റെ ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചു. പിന്നീട് തൻ്റെ ഷണ്ഡനായ ഒരു ഹാമാന് രാജാവ് ഉന്നത പദവികളും സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുവാനിടയായി. അങ്ങനെ സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോൾ മോഹിയായി അധികാരത്തിൽ എത്തിയപ്പോൾ ആ അധികാരത്തെ ഇന്നും അങ്ങനെയാണ്. പലരും അധികാരത്തിലെത്തുമ്പോൾ ആ അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ അന്ന് ഹാമാനും ഈ അധികാരം കിട്ടിയപ്പോൾ ഹാമാനെ എല്ലാവരും വണങ്ങണം, ഹാമാനെ എല്ലാവരും നമസ്കരിക്കണം, അങ്ങനെയൊക്കെയായി. എന്നാൽ ഈ മൊർദെഖായി ഒരിക്കലും ഹാമാനെ നമസ്കരിച്ചിരുന്നില്ല. അപ്പോൾ ആ ഹാമാന് മൊർദെഖായിയുടെ വിരോധം തോന്നുകയും അവനെതിരായിട്ട് പല കാര്യങ്ങളും ചെയ്യുവാനിടയായി. അങ്ങനെ ശൂഷൻ രാജധാനിയിലുള്ള ഈ യഹൂദ ജനത്തെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി തീർപ്പ് കൽപ്പിക്കുവാനിടയായി. അങ്ങനെ ആ തീർപ്പ് കൽപ്പിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് മൊർദെഖായി വിവരം അറിയുകയും മൊർദെഖായി ഈ വിവരം നമ്മുടെ എസ്തേർ രാജ്ഞിയോട് അറിയിക്കുന്ന ഒരു വാക്യശകലമാണ് നമ്മളിവിടെ വായിച്ചത്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. പ്രിയ ദൈവജനമേ, ദൈവം നമ്മളെ ഒരു പദവിയിലാക്കിയിരിക്കുമ്പോൾ നമ്മളെ കർത്താവിൻ്റെ കൃപയാൽ അവൻ വീണ്ടെടുത്ത് ഒരു യോഗ്യതയും ഇല്ലായിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മളോട് കൃപയും കരുണയും തോന്നി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എങ്കിൽ നാം ഈ സമയത്ത് കാണുന്ന പ്രതികൂലങ്ങളെ, ദൈവജനത്തിനെതിരായി പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെയൊക്കെയും കണ്ട് നാം മിണ്ടാതിരിക്കുവാനല്ല, നാം അതിനു വേണ്ടി ഈ നാളുകൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. എങ്ങനെ പ്രതികരിക്കണം? വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുന്നവൻ വടിയെടുക്കുക അല്ല.
നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഈ സ്ത്രീകളായ നമ്മൾക്കൊന്നും ചെയ്യുവാൻ ഒരുപക്ഷെ കഴിയത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി നമ്മുടെ അപേക്ഷ എന്തെന്ന് രാജാവിനോട് അറിയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതേപോലെ തന്നെ ഈ എസ്തർ രാജ്ഞി ഈ വിവരം അറിയുമ്പോൾ രാജാവിനോട് അത് രാജസന്നിധിയിൽ രാജാവിന് അനുവാദമില്ലാതെ ചെല്ലാൻ കഴിയത്തില്ല. എന്നാൽ എന്തു തന്നെ വന്നാലും തൻ്റെ ജനത്തിന് വേണ്ടി അവൾ തൻ്റെ ജീവൻ നശിച്ചു പോയാലും മൊർദെഖായി പറഞ്ഞ വാക്ക് കേട്ടിട്ട്, കാരണം മൊർദെഖായി ഈ രാജ്ഞിയായി സ്ഥാനമാനം ഏൽക്കുമ്പോഴും തൻ്റെ വളർത്ത് അപ്പനായ മൊർദെഖായിയുടെ വാക്കിനെ അവൾ മറുതലിച്ചില്ല. ഒരുപക്ഷെ നമ്മൾക്ക് സ്ഥാനമാനം ലഭിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ മറന്നു പോകുവാനിടയാകും. നമുക്ക് പദവികൾ ലഭിക്കുമ്പോൾ നമ്മുടെ ജാതിയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ നാം മറക്കുവാനിടയായി. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല. രാജ്ഞിയായിരിക്കുമ്പോൾ തന്നെയും അവൾ മൊർദെഖായി പറഞ്ഞ ഓരോ വാക്കുകളും അവൾ അനുസരിക്കാനിടയായി. ഒരു അനുസരണശീലം എസ്തേറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം തൻ്റെ കുലമോ ഒന്നും ജാതിയോ ഒന്നും അവൾ അറിയിച്ചിരുന്നില്ല. കാരണം യഹൂദ ജനത്തിന് എപ്പോഴും പീഡനമുണ്ടല്ലോ. അപ്പം ആ സമയത്ത് അങ്ങനെ യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയൊക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ യഹൂദ ജനത്തിൽ നിന്ന് ഒരാൾ രാജാവിന് ദയുണ്ടായി രാജ്ഞിയാകുവാൻ ഇടയായത്. അപ്പോൾ അങ്ങനെ അവളോട് മൊർദെഖായി പറയുമ്പോൾ അവൾ രാജസന്നിധിയിലേക്ക് രാജകൽപ്പന ലംഘിക്കുന്ന രീതിയിൽ തന്നെ അവൾ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. എന്നാൽ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, എസ്തർ രാജ്ഞി ചെല്ലുമ്പോൾ രാജാവിന് അവളോട് ദയ തോന്നിയിട്ട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിക്കുവാനിടയായി. അങ്ങനെ അപേക്ഷ അവൾ പറയുവാനിടയായി. തൻ്റെ ജനത്തെ നശിപ്പിക്കുകയും അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്യുന്ന ഹാമാന്റെ കാര്യം ഒക്കെയും പറയുവാനിടയായി. അങ്ങനെ തൻ്റെ ജനത്തെ അവൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ജനത്തെ നശിപ്പിക്കാതെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാനിടയായി. ഇതുപോലെയാണ് നമ്മൾക്ക് ദൈവം ഒരു പദവി തന്നിരിക്കുമ്പോൾ, നമ്മുടെ രാജകീയ പുരോഹിത വർഗമായി അവൻ്റെ വിശുദ്ധ സ്വന്തം ജനമായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, ഒരുപാട് ജനങ്ങൾ ഈ നാളുകൾ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. അനേക ജയിലറുകളായിരിക്കുന്നുണ്ട്. ഞാനായിരിക്കുന്ന UP യിൽ തന്നെ അനേക കർത്താവിൻ്റെ ദാസന്മാരെ ഉപദ്രവിക്കുകയും തൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും കഷ്ടതയിൽ കൂടെ പ്രതികൂലങ്ങളിൽ കൂടെയും ഒക്കെയും കടത്തിവിടുമ്പോൾ നാം മിണ്ടാതിരിക്കരുത്, നാം മൗനമായിരിക്കരുത്. നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്ന് തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുമെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ അപേക്ഷ കേട്ട് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ അപേക്ഷ കഴിക്കുവാണ്. നമ്മുടെ അപേക്ഷകളെ കേട്ട് ഈ നാളുകളിൽ ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാനിടയാകും. ഒരുപക്ഷെ എസ്തർ രാജ്ഞി മിണ്ടാതിരുന്നാൽ തൻ്റെ പദവി നോക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എസ്തർ രാജ്ഞിക്ക് പകരം മറ്റൊരാളിൽ കൂടെ ആ യഹൂദ ജനത്തിന് ഒരു ഉദ്ധാരണവും രക്ഷയും അവിടെ ഉണ്ടാകും. കാരണം തൻ്റെ ജനത്തെ വിടുവിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയാണെങ്കിൽ അത് മറ്റൊരാളിൽ കൂടെ ദൈവം അത് ചെയ്യും. എന്നാൽ നമ്മിൽ കൂടെയാണത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഇണ്ടാതിരിക്കരുത്. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അതിനുവേണ്ടി നാം എഴുന്നേൽക്കുകയും ചെയ്യണം. ഈ നാടുകളിൽ ദൈവം നമുക്ക് തരുന്ന പദവികളും മാന്യതകളും യോഗ്യതകളും ഒക്കെയും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി മറ്റ് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനേകർ നശിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ, തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി ഒരു എസ്തേറിനെ പോലെ നമ്മൾക്ക് ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുക. ദൈവസന്നിധിയിൽ ഒരു എസ്തേറിനെ പോലെ ഇടിവിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ചെടുക്കുവാനും തൻ്റെ ജാതിയെ വിടുവിച്ചെടുക്കുവാനും ആ എസ്തേറിന് കഴിഞ്ഞതുപോലെ ഒന്നുമില്ലായിരുന്നു. അവിടെ സ്ഥാനത്തായിരുന്നു. മാതാപിതാക്കളായിരുന്ന മറ്റൊരാളുടെ സംരക്ഷണയിൽ വളർന്നു വന്ന അവളെ ഒരു രാജകീയ പദവിയിലെത്തിയെങ്കിൽ നമ്മളെയും കർത്താവ് ഒന്നുമില്ലായിരുന്ന സ്ഥാനത്ത്, ഒരു യോഗ്യതയുമില്ലായിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മളെ കർത്താവിൻ്റെ ആ ഏറ്റവും നല്ല പദവിയായ കർത്താവിനോട് കൂടെ നമ്മളായിരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാനും ഇടയാകണം. ഒരു എസ്തേറിനെ പോലെ ദൈവസന്നിധിയിൽ ജാഗരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിനോട് അപേക്ഷിച്ച് ആ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രഭാതത്തിൽ ഈ ചെറിയൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവമായ കർത്താവിനെ സഹായിച്ചു. പ്രത്യേകം അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാനായിരിക്കുന്ന UP യിൽ അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെയും ആയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടുത്തെ ദൈവജനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നു. നാം ഈ സമയത്ത് മിണ്ടാതിരിക്കല്ലേ, നാം മൗനമായിരിക്കരുത്. നാം മൗനമായിരിക്കാതെ എസ്തേറിനെ പോലെ ഇടിവിൽ നിന്ന് കരയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിൻ്റെ ദാസൻ അനീഷ് പാസ്റ്ററോട് എൻ്റെ നന്ദിയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ
വചനത്തിൽ നിന്ന് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മാറാനാണ്.